നാട്ടുകാരെ, കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ ചുള്ളിക്കര യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MLA PKC മുഹമ്മദ് കോയ സാർ ഇവിടെ എത്തിയിരിക്കുന്നു. ചുള്ളിക്കര ഓഫീസിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PKC മുഹമ്മദ് കോയ ex-MLA, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി CK വിജയൻ, കോടമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സൗമ്യ വേണുഗോപാൽ തുടങ്ങിയവരുടെ മഹനീയ സാന്നിധ്യത്തിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ബഹുമാനപ്പെട്ട PKC മുഹമ്മദ് കോയ ex-MLA, വ്യാപാരി വ്യവസായ സമിതിയുടെ നല്ല ബ്ലോക്കാണ്. വ്യാപാരി സമിതി സിന്ദാബാദ്, വ്യാപാരി സമിതി സിന്ദാബാദ്, വ്യാപാരി സമിതി സിന്ദാബാദ്, വ്യാപാരി സമിതി സിന്ദാബാദ്, യൂണിറ്റ് ഉദ്ഘാടനം സിന്ദാബാദ്, യൂണിറ്റ് ഉദ്ഘാടനം സിന്ദാബാദ്, യൂണിറ്റ് ഉദ്ഘാടനം സിന്ദാബാദ്, യൂണിറ്റ് ഉദ്ഘാടനം സിന്ദാബാദ്. ഈ നമ്മുടെ ചുള്ളിക്കര വ്യവസായ സമിതിയുടെ രൂപീകരണത്തോടുകൂടി നമ്മുടെ അങ്ങ് താഴെ കച്ചവടം ചെയ്യുന്ന ഹരിക്കുട്ടനും അതോടൊപ്പം തന്നെ ഇവിടെ പാർട്ടി ഓഫീസിന്റെ സൈഡിൽ കച്ചവടം ചെയ്യുന്ന രമേശനെ പോലുള്ളവരൊക്കെ ഈ സമിതിക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുമെന്ന് ഒരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതാണ്ട് നമ്മൾ രൂപീകരിക്കപ്പെട്ട സമയത്ത് തന്നെ വളരെയധികം ആശങ്കാകുലമായ കാര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. ഇവിടെ ഏതാണ്ട് 3-4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ 3-4 പേരെ വെച്ച് വേണം ഇവിടെ ഒരു സമിതി രൂപീകരിക്കുവാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് ഇന്ന് 17-ാം തീയതി നമ്മുടെ ആലോചനാ യോഗം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് ഏകദേശം 62 മെമ്പർമാരോളം നമുക്ക് ഈ യൂണിറ്റിൽ കൃത്യമായി ചേർക്കാൻ വേണ്ടി സാധിച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 മെമ്പർമാരെ നമുക്ക് ചുള്ളിക്കര ടൗണിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ സമിതിയുടെ ഭാഗമായിട്ട് ചേർക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒടയഞ്ചാല്, കൂടങ്കല്, കോളം കേന്ദ്രീകരിച്ചിട്ട് നമുക്ക് അവിടെയുള്ള വ്യാപാരി അംഗങ്ങളെ കൂടി ചേർത്തുകൊണ്ട് നമുക്ക് കൃത്യമായ രീതിയിൽ 62ഓളം മെമ്പർമാരുള്ള ഒരു യൂണിറ്റ് ആയിട്ട് ചുള്ളിക്കര യൂണിറ്റ് ഇന്ന് ഇവിടെ രൂപം കൊണ്ട് അതിന്റെ ഓഫീസ് പ്രവർത്തന ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ ഈ സംഘടന വരുന്ന സമയത്ത് നമുക്കറിയാം വളരെയധികം ആളുകളുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഏകോപന സമിതിയിൽ നിന്ന് തന്നെ വളരെ വലിയ രീതിയിൽ പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇതിനുള്ള ക്ഷേമനിധി കാര്യങ്ങളും മറ്റുള്ള ആനുകൂല്യങ്ങളൊന്നും കിട്ടിയാൽ വളരെ രീതിയിലുള്ള പിന്തിരിപ്പൻ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സംസ്ഥാന നേതാക്കളെ അടക്കം നമുക്ക് ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിശദമായിട്ട് ഈ കാര്യങ്ങളടക്കം വിജയൻ അടക്കമുണ്ട്. അവർക്ക് ഈ വിശദമായ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരും. അപ്പം അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ചും ഞാനും ഒരു ശരിക്കും പറഞ്ഞ ഒരു ആനന്ദ നിർവൃതിയിൽ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 വർഷം ഈ വ്യാപാര ഏകോപന സമിതിയിലെ ചുള്ളിക്കര യൂണിറ്റ് ഒരു മെമ്പറായിരുന്നു ഞാനും. ഏതാണ്ട് ഈ ഹോട്ടൽ ഐശ്വര്യ എന്ന് പറയുന്നത് 14 വർഷക്കാലം ഞങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഹോട്ടലാണ്. അന്ന് ഞങ്ങൾ ഈ ഏകോപന സമിതിയിലെ മെമ്പറായിരുന്നു. 14 വർഷം ഞാൻ ഈ മെമ്പറായി. ഞങ്ങൾ അതിനുശേഷം കുറച്ചു കാലത്തേക്ക് ഞങ്ങൾക്ക് ആ ബിസിനസ് ഒഴിവാക്കി ഞങ്ങൾ മാറി. കുറച്ചു നാള് ഞങ്ങൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി മാറി നിന്നപ്പോൾ അതോടുകൂടി ഞങ്ങളുടെ മെമ്പർഷിപ്പ് അവിടത്തേക്ക് ക്യാൻസലാവുകയും അതിനുശേഷം ഞാൻ ഏതാണ്ട് 12 വർഷത്തോളമായി ഈ പ്രദേശത്ത് ഇല്ലെങ്കിൽ ഈ ചുള്ളിക്കര ടൗണിൽ തന്നെ ഏതാണ്ട് പല നമ്മുടെ ഇൻഷുറൻസ് ഓഫീസായും അതോടൊപ്പം തന്നെ ഫോട്ടോസ്റ്റേറ്റായിട്ടും വണ്ടിയുടെ ഇടപാടുകളായിട്ടും നമ്മളൊരു സ്ഥാപനം എന്ന നിലയിൽ ഞാനിവിടെ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. 12 വർഷക്കാലമായിട്ട് ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഈ സമിതിയിലേക്കില്ല, ഇല്ലെങ്കിൽ വ്യവസായ സമിതിയിലെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രതിജ്ഞ എടുത്ത് നിൽക്കുകയായിരുന്നു. എന്തായാലും നിമിത്തം പോലെ ഒരു ഭാഗ്യം പോലെ എനിക്ക് ഇന്ന് ഇവിടെ ഇത് ഒരു ആനന്ദ നിർവൃതി പോലെ ഈ സമിതി ഇവിടെ രൂപീകരിക്കാൻ വേണ്ടി സാധിച്ചതിന്റെ ഒരു ആഹ്ലാദത്തിലും തീർച്ചയായിട്ടുമുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇതേപോലെ നിരവധി ആളുകൾ പല പ്രദേശത്തും, അതായത് ഇവിടെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാസർഗോഡ് മുതൽ ഇല്ലെങ്കിൽ ഈ തെക്കൻ ജില്ലയായ കാസർഗോഡിന്റെ ചുള്ളിക്കര പട്ടണത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതേപോലുള്ള നിരവധി ആളുകൾ വീർപ്പുമുട്ടി ഈ മറ്റുള്ള സംഘടനയിൽ കഴിയുകയാണ്. അപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട നേതാക്കൾ ഇവിടെയുണ്ട്. അവർ ഒന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മുടെ സംഘടന സജീവമാകാൻ ആവശ്യമായ ഒരു കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി നിങ്ങൾ തയ്യാറാണ്. പലരും ശ്വാസം പൊട്ടി നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് ഏകദേശം 8ഓളം
ഏകോപന സമിതിയിലെ അംഗങ്ങൾ നമ്മുടെ സമിതിയിൽ ഏകോപന സമിതിയിൽ നിന്ന് രാജിവെച്ച് നമ്മുടെ വ്യവസായ സമിതിയിലേക്ക് ഇന്ന് ഇവിടെ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. വന്ന് ഇവിടെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങളെ എത്രമാത്രം ഇവർ കെയർ ചെയ്യുന്നുണ്ട്, ഇതിനെ സംരക്ഷിക്കുന്നുള്ള ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, നമ്മുടെ ഈ അടുത്തത് ശ്രീ വിനോദ് സ്വാമിയാണ്. കഴിഞ്ഞ 20 വർഷമായി കേരള വ്യാപാരി ഏകോപന സമിതിയുടെ മെമ്പറും 6 വർഷം എക്സിക്യൂട്ടീവ് മെമ്പറും ചുള്ളിക്കര ജോയിന്റ് സെക്രട്ടറിയും കൂടാതെ കൊട്ടോടി സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ PTA പ്രസിഡന്റ്, ചുള്ളിക്കര ഓണാഘോഷ കമ്മിറ്റി കൺവീനർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചുള്ളിക്കര ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റും ബേക്കറി ട്രേഡേഴ്സ് ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റിയുമാണ്. അടുത്തത് രാജേഷ് ആന്റണിയാണ്. ചുള്ളിക്കര ലയൺസ് ക്ലബ് ചാപ്റ്റർ മെമ്പറും അതിനുള്ളിൽ ഏകോപന സമിതിയിലെ 12 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള മെമ്പറാണ് രാജേഷ് ആന്റണി. ക്ഷണിച്ചുള്ളൂ. അടുത്ത് ശ്രീ ഫിലിപ്പ് പേരിനോട്ടാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഏകോപന സമിതിയുടെ മെമ്പറായി പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മളോട് കൂടിയുണ്ട്. ശ്രീ ഫിലിപ്പേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് ക്ഷണിക്കുന്നത് നമ്മുടെ നാരായണനാണ്. അയറോട്ട് നാരായണൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഏകോപന സമിതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നാരായണനെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ആമച്ചയാണ്. കഴിഞ്ഞ 10 വർഷമായി രാജപുരം ഏകോപന സമിതിയുടെ മെമ്പറും ഇപ്പോൾ 2 വർഷക്കാലം ചുള്ളിക്കര ഏകോപന സമിതി മെമ്പറുമായിട്ട് പ്രവർത്തിക്കുന്നു. ആമച്ചാനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളും. പിന്നെ പ്രധാനമായിട്ടും നമ്മുടെ മാത്യു പാമ്പക്കൽ മാഷാണ്. നമുക്കറിയാം, മാഷിനെ സംബന്ധിച്ച് ഒരു ആക്സിഡന്റുമായി സംബന്ധിച്ച് മാഷിന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. മാഷിന് ലയൺസ് ക്ലബ്ബ് ഇതിനേക്കാളൊക്കെ ഉപരി ഉദ്ഘാടകൻ, സംസ്ഥാന സ്നേഹമുള്ള ചുള്ളിക്കരയിലെ നല്ലവരായ നാട്ടുകാരെ, ആദ്യമേ തന്നെ ഒരു ക്ഷമ പോലെ പറയുകയാണ്. ചിലപ്പോൾ ഏകോപന സമിതി എന്ന് വായിൽ കയറിയെന്ന് വരാം. കാരണം 10 വർഷക്കാലമായി ഏകോപന സമിതി എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഞാൻ ചിലപ്പോൾ ഏകോപന സമിതി എന്ന് വായിൽ വരാം, ക്ഷമിക്കണം. കാരണം വ്യാപാര വ്യവസായ സംബന്ധിച്ചിടത്തോളം ചുള്ളിക്കരയിൽ, അല്ലെങ്കിൽ സംസ്ഥാന വ്യാപാര വ്യവസായ സമിതിയെ സംബന്ധിച്ചിടത്തോളം ചുള്ളിക്കരയിൽ ഇതുപോലെ ഒരു യൂണിറ്റ് ഇന്ന് തുടങ്ങിയതിൽ അതിയായ സന്തോഷമുണ്ടാകും. കാരണം ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനൊരു യൂണിറ്റ് തുടങ്ങിയത്. കാരണം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയെ ഹർത്താലൊക്കെ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് ചുള്ളിക്കര നാട്ടിലെ ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. കാരണം ഇവിടെയുള്ള കടകളെല്ലാം, ഭൂരിഭാഗം കടകളെല്ലാം ഞങ്ങൾ കൃത്യമായും തുറന്ന് പ്രവർത്തിക്കും. വ്യവസായ സമിതിക്ക് ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടുള്ള ഒരു നയപരിപാടികൾ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇല്ലാതെ തന്നെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. കാരണം ഏകോപന സമിതിക്കാരെ എന്തെങ്കിലും ഒരു ടൗണെടുത്ത് പൊക്കി പിടിച്ചാൽ ഉടനെ അത് സംസ്ഥാനമൊട്ടാകെ അറിയിച്ചുകൊണ്ട് പിറ്റേ ദിവസം ഹർത്താൽ ആചരിക്കുന്ന ഒരു പരിപാടി വ്യവസായ സമിതിക്ക് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വ്യവസായ സമിതിക്ക് ചുള്ളിക്കരയിൽ തന്നെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ചുള്ളിക്കരയിൽ തന്നെ 37 അംഗങ്ങളുണ്ട്. അതിൽ 28 പേരും ലൈസൻസ് ഉള്ള വ്യാപാരികൾ തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങളും ഇവിടെയുള്ള മറ്റു പലരും ആലോചിക്കാം. കാരണം 8 പേരാണ് ഇപ്പോൾ ഏകോപന സമിതിയിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവന് 26 പേരുടെ കഥ പറയുന്നതെന്ന്? ഏതാണ്ട് 2-3 മാസക്കാലം മുമ്പ് ഇവിടെയുള്ള പല കച്ചവടക്കാരും, പുതിയതായിട്ട് തുടങ്ങിയ പല കച്ചവടക്കാരും ഏകോപന സമിതിയിൽ കൂടണമെന്ന് പറഞ്ഞ് മെമ്പർഷിപ്പ് പൂരിപ്പിച്ച് സെക്രട്ടറിയുടെ ഓഫീസിൽ കൊടുത്തു വിട്ടപ്പോൾ ആ അപേക്ഷകളെല്ലാം അവിടെ പെൻഡിങ്ങിൽ വെക്കുകയാണ് ചെയ്തത്. കാരണം ജനറൽ ബോഡി അല്ലേ വരാൻ വേണ്ടി പോകുന്നത്. അത് ബിജുവിന്റെ സുഹൃത്താണ്, വിനോദിന്റെ സുഹൃത്താണ്, വിജുവിന്റെ സുഹൃത്താണ്. കാരണം അവരെന്തെങ്കിലും ജനറൽ ബോഡിയിൽ പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഈ വ്യക്തികൾ പറയും. അതുകൊണ്ട് അതുപോലെയുള്ളവരുടെ അപേക്ഷകൾ ഇവർ പരിഗണിക്കാതെ കൊണ്ട് അവിടെ മേശപ്പുറത്ത് കെട്ടിവെച്ചു. അത് എന്തോ ദൈവഭാഗ്യം. ഇപ്പോൾ ഇതുപോലെ വ്യവസായ സമിതി തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കൂടെ പെട്ടെന്ന് അവരിങ്ങോട്ട് കൂടിയെത്തി. ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. വ്യാപാരി ഏകോപന സമിതിയിൽ സംഘടനാ പാഠവും ഇല്ല എന്ന്, ഞങ്ങൾക്ക് സംഘടനാ പാഠവും ഇല്ല എന്ന് പറഞ്ഞ ചില വ്യക്തികൾ 4 പുഴുക്കൾ പോയാൽ ചുള്ളിക്കരയിൽ എന്ത് സംഭവിക്കും? വ്യവസായ സമിതിയിലേക്ക് 4 പുഴുക്കൾ പോയാൽ ചുള്ളിക്കര എന്താണ് സംഭവിക്കുന്നത്? ഈ പറഞ്ഞ മഹത്യത്തോട് ഞാൻ ചോദിക്കട്ടെ, ഒരു പുഴുവിനെ ഷട്ടിന്റെ കൂടെ ഇട്ട് തട്ടെ, എന്ത് സംഭവിക്കും ചേട്ടന്? അപ്പൊ 4 പുഴുക്കൾ പോയുള്ള അവസ്ഥ എന്താവും ചുള്ളിക്കരയിൽ? വെറുതെ ജീവനം അടിക്കാൻ നിൽക്കണ്ട. 4 പുഴു വേണ്ട, ഒരു പുഴു മതി ചുള്ളിക്കരയിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ.
ഇപ്പോൾ ആരെങ്കിലും രാജിവെച്ചാൽ ആരും രാജി സ്വീകരിക്കുന്നില്ല. കാരണം രാജിവെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബാക്കിയുള്ളവരെല്ലാം കൂടത്തോടെ വിളിയാവും. രാത്രി 1 മണിക്കൂറും 2 മണിക്കൂറും നിങ്ങളെ രാജി സ്വീകരിക്കാൻ പറ്റില്ല, നിങ്ങൾ പോകണ്ട, നിങ്ങൾ ഇവിടെ സംഘടനയുടെ അത്ര വേണ്ടപ്പെട്ട വ്യക്തിയാണ്, നിങ്ങളിൽ നിന്ന് മുന്നോട്ട് പോകില്ല. ജനറൽ ബോഡി കഴിഞ്ഞപ്പോൾ പറഞ്ഞു വ്യവസായ സമിതിക്ക് ആരെങ്കിലും അനുകൂലമായ ഒരു സപ്പോർട്ട് ചെയ്താൽ അവനെ ആ നിമിഷം ഒഴിവാക്കിയേക്കാം. ഇപ്പോൾ അതൊക്കെ മാറ്റി. കാരണം ശക്തമായ ടീം ചുള്ളിക്കരയിൽ നിലയുറപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഇപ്പോൾ രാജി വേണ്ട. പിന്നെ അല്ല പോകുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രശ്നങ്ങൾ ടൗണിൽ നടക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ സഹകരിക്കണം, അവിടെ കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയണം. എനിക്കതിനൊന്നും നേരമില്ല, എൻ്റെ അടുത്തേക്ക് വരണം. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന അവസ്ഥ. പിന്നീട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ഏകോപന സമിതിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ ഈ 10 വർഷക്കാലം ഞാൻ നോക്കിക്കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്, പൂച്ച പ്രസവിച്ചാൽ പൂച്ച തന്നെ കഴിക്കുന്ന ഒരവസ്ഥ. ഇപ്പം നിങ്ങളിവിടെ ഇരിക്കുന്നത് കാണാം, ഏതാണ്ട് 18, 19, 20ഓളം മെമന്റോകളുണ്ട് അവിടെ. ഈ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങളിവിടെ കച്ചവടം നടത്തിയാൽ അത് നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് നടത്തുന്നത്. അവരില്ലെങ്കിൽ ഞങ്ങൾക്കിത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അവർക്ക് അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു വ്യാപാരിയുടെ കൊച്ച് 2 A+ വായിച്ചാൽ മതി, അവനുടനെ ക്യാഷ് അവാർഡായി. 10 A+ വായിക്കുന്ന കുട്ടിക്ക് ഒരു വിലയില്ല. കാരണം അവർ അങ്ങനെയാണല്ലോ സംഘടനാ ചട്ടക്കൂട്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. കാരണം ഞാനിവിടെ തന്നെ ഉള്ള ആളാണല്ലോ. സംസ്ഥാന വൈസ് പ്രസിഡന്റും കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറിക്ക് വേദിയിരിക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞത് അധികം ശരിയല്ല. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിക്കോളാം. സംഘടന തരുമെന്ന് ആരും കഴിയുന്നത്. കാരണം ഞാൻ പല പ്രാവശ്യം പല വേദികളിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്, അത് വീണ്ടും പറയുകയാണ്. ഒരു മഴയത്ത് പക്ഷികൾ യാത്ര ചെയ്യുമ്പോൾ, മഴ പെയ്യുമ്പോൾ പക്ഷികൾ സ്വസ്ഥാനത്തിരിക്കും. എന്നാൽ കഴുകൻ എങ്ങനെയാണ്? കാർമേഘത്തിന്റെ മുകളിലൂടെ പറഞ്ഞ് അത് ലക്ഷ്യസ്ഥാനത്തെത്തും. ഇത് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ചുള്ളിക്കര വ്യാപാരി വ്യവസായി അംഗങ്ങൾ ഒരു തീരുമാനമെടുത്താൽ അത് ലക്ഷ്യത്തിലെത്തുവാൻ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അത് ആരുടെ പിന്തിരിപ്പുണ്ടായാലും ഞങ്ങൾ പുറകോട്ട് പോകില്ല എന്ന് ഉറച്ചു പറയുകയാണ്. വ്യാപാരി വ്യവസായി അംഗങ്ങളുടെ വാക്കും പ്രവൃത്തിയും ഒന്ന് മാത്രമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ സംഘടന കുറേ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ നിന്നും രാജിവെച്ച് വന്ന സുഹൃത്തുക്കൾ നമ്മുടെ പ്രസിഡന്റിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലൊക്കെ അതിൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ ഉണ്ടായ സംഘടനയാണ്. ആ കാലത്ത് വ്യാപാരികളുടെ പ്രശ്നത്തിൽ നന്നായി ഇടപെട്ട സംഘടനയാണ്. ആ കാലത്ത് അത് വളരെ പ്രയോജനകരമായ നിലയിൽ അവർ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംഘടനാ നേതാക്കന്മാരൊക്കെ തന്നെ അതൊരു സമ്പാദന വിഷയം, സമ്പാദിക്കുന്നതിന് കുറച്ചുകൂടി കച്ചവടത്തെക്കാൾ നല്ലത് അതാണ് എന്നുള്ള നിലയിൽ മാറി എന്ന് വേണമെങ്കിൽ പറയാം. നസറുദ്ദീൻ ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെയൊക്കെ പറ്റി ധാരാളം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാനതിവിടെ പറയുന്നില്ല. അദ്ദേഹം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അടുത്ത കാലത്ത് ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ വാറ്റ് വന്ന സമയത്ത് വാറ്റ് അത് വരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യുകയാണ് ചെയ്തത്. ആ വാറ്റ് വരുന്ന നിയമം പഠിച്ചിട്ട് കച്ചവടക്കാരെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു നിലപാട് എടുക്കാൻ വേണ്ടി തയ്യാറായില്ല. വെറുതെ ഒരു മുട്ടാപ്പൊക്കെ സമരം പ്രഖ്യാപിച്ചു, അതെനിക്കറിയാലോ. പക്ഷെ അത് ഇന്ന് കച്ചവടക്കാർക്ക് സഹായകരമായിട്ടുള്ള നിലപാട് എടുക്കാൻ വേണ്ടി സാധിച്ചത് നേരെയുള്ള എല്ലാ കച്ചവടക്കാരും ലൈസൻസിന് വിധേയരാകുന്ന തരത്തിലായിരുന്നു ആ ബില്ല്. അപ്പോൾ അതിലൊരുപാട് ഭേദഗതി വന്നെങ്കിലും ആകെ എൻ്റെ ഒരു ഭേദഗതിയാണെന്ന് വക്കം ചോദ്യം അംഗീകരിച്ചത് 10 ലക്ഷം എന്നാക്കിയത് മാറ്റിക്കൊണ്ട്. ആ 10 ലക്ഷം എന്നാക്കി മാറ്റിയത് കൊണ്ടാണ് ഇന്ന് ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി സാധിച്ചത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി സാധിക്കും. അന്ന് നസറുദ്ദീനും ടീമും ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട, വാറ്റ വേണ്ട, ഓർക്കുന്നുണ്ടാവില്ല, വാറ്റ വേണ്ട, വാറ്റിനെ എതിർത്താൽ ഇപ്പോൾ വാറ്റ് വരാതിരിക്കുമോ? യന്ത്രം മുതലൊക്കെ പാസ്സാക്കി വരുന്ന നിയമം
പക്ഷെ അതിന് കച്ചവടക്കാർക്ക് ദോഷകരമായിട്ടുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി നല്ല ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നടത്തേണ്ടിരുന്നത്. പക്ഷെ അതുണ്ടായില്ല. അന്ന് അതിനെപ്പറ്റി അസംബ്ലിയിൽ ഞാനെന്ന അസംബ്ലിയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് കച്ചവടക്കാരെ പറ്റി അറിയുന്നതുകൊണ്ട് കച്ചവടത്തിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നതുകൊണ്ട് ഞാനതിൽ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ എന്നെ കുറേ MLA സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് വാസ്തവത്തിൽ അന്ന് ഒരുപാട് നിരവധി 400-ലധികം ഭേദഗതി ഒറ്റ ഭേദഗതി പോലും മൊത്തം വിളിച്ചു നോക്കുന്നതൊന്നും അംഗീകരിച്ചില്ല. അന്ന് ഇതിൻ്റെ ഒരു പ്രഷർ വന്നപ്പോൾ ഈ ഒരു ഭേദഗതി മാത്രം അംഗീകരിച്ചത്. ആ ഭേദഗതി ഇന്ന് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൗഭാഗ്യമായി മാറിയിട്ടുണ്ട്. അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കാം. അതേപോലെ ഇന്ന് ഏകോപന സമിതിയിൽ ഇന്ന് സ്ഥിതി എന്താന്ന് പറഞ്ഞാൽ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഓഫീസുകളും കെട്ടിടങ്ങളും സമ്പാദ്യമുണ്ട്. ആ സമ്പാദ്യം അത് കൈവശപ്പെടുത്താനും അതിൻ്റെ ഭാഗമാക്കാനും അതിൻ്റെ നിലയിലുള്ള ഒരു തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അടുത്തപ്പോൾ കൊടുത്തില്ല. ഒഴിപ്പിക്കുന്ന നടക്കുന്നിടത്ത് പിന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി സമിതിക്കാരാണ് പോയി തടസ്സപ്പെടുത്തുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തത്. അവരൊക്കെ കുറേ ആളുകൾ കേസ് വന്നു, അവരെ വിളിച്ച് ജയിലിൽ പിന്നെ സ്റ്റേഷനിൽ പിന്നെ ലോക്കപ്പിലാക്കിയതല്ലാണ്ട് ഇന്ന് ഒരു സഹായം കിട്ടിയില്ല. അതിനുവേണ്ടി ഇപ്പം നമ്മുടെ അവിടെ ഏകോപന സമിതിക്കാർക്ക് ഒരക്ഷരം അതിനു വേണ്ടി സംസാരിക്കാൻ കഴിയില്ല. സംസാരിച്ചില്ല അവർ സംസാരിക്കാൻ കഴിയും, പക്ഷെ ചെയ്തില്ല. അപ്പം അതെന്താണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ചെയ്യാൻ കഴിയുന്ന ആളുകൾ ഇതോടെ ചെയ്യുന്നില്ല. അപ്പം അതുപോലത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പം നമുക്ക് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാർ എല്ലാം ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. തിരിച്ച് ഗവൺമെൻറ്റിന് ഒന്നും കിട്ടാത്തൊരു വിഭാഗം ഉണ്ടെങ്കിൽ കേരളത്തിലുള്ള നമ്മുടെ നാട്ടിൽ കച്ചവടക്കാർ മാത്രമാണ്. പേരിന് വേണമെങ്കിൽ ക്ഷേമനിധി എന്ന് പറയാം. പക്ഷേ ക്ഷേമനിധി ഇന്നും അതൊരു പിന്നെ ഈ നമ്മുടെ ക്ഷേമനിധിൻ്റെ കണക്ക് പറഞ്ഞാൽ ശരിക്കും പരിശോധിച്ചാൽ അത് ആട്ടിൻ്റെ കഴുത്തിലുണ്ടാകുന്ന ഒരു നരായണമാണ്. അതിന് ഒരു ശരിയായ വഴിയില്ല അത്. കാരണം അതൊരു നിയമപരമായിട്ടുള്ള ഒരു ബോധമായിട്ട് വന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനം. ഗവൺമെൻറ് LDF ഗവൺമെൻറ് കാലത്ത് അത് കുറച്ച് മെച്ചപ്പെട്ടതിന് അന്ന് പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴും പലർക്കും അപേക്ഷ കൊടുത്ത ആളുകൾക്കൊന്നും ഒരു പരിഗണന ഇപ്പം ഇതുവരെ കിട്ടിയില്ല. അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടിയില്ല എപ്പോഴും. അപ്പോൾ അതേപോലെ ഇപ്പോൾ അതേപോലെ തന്നെ പല ഒരുപാട് കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ ഉടമകളും കച്ചവടക്കാരുമായിട്ടുള്ള തർക്കത്തിൽ അതിന് കച്ചവടക്കാരനെ അനുകൂലമല്ലാത്ത നിലപാടുകൾ. പിന്നെ ഇന്നിപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരുടെ സ്ഥിതി എന്തെന്ന് മോശം. കാരണം കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാട്ടിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയൊക്കെ ഉണ്ടാകുന്നതാണ് ഇരിക്കുന്നത്. റബ്ബറിന് വിലയില്ല. ഇത് പ്രത്യേകിച്ച് മലയോര പ്രദേശമാണല്ലോ അല്ലേ. ഒരു മലയോര പ്രദേശം റബ്ബറിന് വിലയില്ലാതെ വന്നപ്പോൾ അത് നിർമ്മാണ മേഖലയിൽ ബാധിച്ചു. നിർമ്മാണ മേഖലയിൽ ബാധിച്ചപ്പോൾ കച്ചവടക്കാരനെ ബാധിച്ചിട്ടുണ്ട്. കച്ചവടക്കാർ അതേമാതിരി സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്, ആ വിലവർദ്ധനവ് കച്ചവടക്കാരനെ ബാധിച്ചിട്ടുണ്ട്. കാരണം ആളുകൾക്ക് ജോലി ചെയ്ത് പണം കിട്ടിയാൽ തന്നെ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുമ്പോൾ തന്നെ പൈസ തീരുകയാണ്. പിന്നെ മറ്റ് സാധനങ്ങൾ വാങ്ങാൻ പൈസ ഇല്ല. ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെരുപ്പ് നിർമ്മാണ കമ്പനിയുടെ ആളാണ്. അപ്പം നമ്മളെ ചെരുപ്പ് വാങ്ങാൻ ആളുകൾ ബാക്കിയുള്ളതൊക്കെ വാങ്ങിയിട്ട് പൈസ ഉണ്ടെങ്കിലേ വാങ്ങുള്ളൂ. കാരണം ചെരുപ്പ് വാങ്ങിയില്ലെങ്കിലും പിന്നെ 5-6 മാസം ഇടാൻ പഴയതുണ്ടാവും. അപ്പം അതുകൊണ്ട് അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് അതാൾ വാങ്ങുന്നില്ല. അപ്പം ഇത് വാങ്ങാതെ വരുമ്പോൾ കച്ചവടക്കാരനെ ഇവിടെ കച്ചവടം കുറയണം. അപ്പം അതേപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നും വന്നു ചേരേണ്ട പണം ഇന്ന് കരാറുകാർ ഗവൺമെൻറ്റിൻ്റെ കരാറെടുത്ത കരാറുകാർക്ക് ഇന്ന് 16 മാസത്തെ പണം കൊടുത്തില്ല. 3500 കോടിയോളം ഇപ്പോൾ ബാക്കിയാണ്. ആ ചുറ്റുപാടുമുള്ള ചെറുകിട കച്ചവടക്കാരുടെയൊക്കെ കാര്യം നോക്കാം. വളരെ വളരെ ഇതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പരിഷ്കരിച്ച സ്ഥാപനങ്ങൾ വരുമ്പോൾ കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അന്ന് നമ്മൾ ആ കമ്മിറ്റിയിൽ ഒരു ശുപാർശ നമ്മൾ കൊടുത്തിരുന്നു. ശുപാർശയൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കെല്ലാം അറിഞ്ഞൂടാ. ശുപാർശ കൊടുത്തപ്പം ഈ കച്ചവടക്കാർക്ക് സാമ്പത്തികമായി ഈ കച്ചവടങ്ങൾ നവീകരിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കണം. അതേപോലെ തന്നെ ഈ വികസനത്തിന് വേണ്ടി ഒഴിപ്പിക്കപ്പെടുകയാണെങ്കിൽ ആ ഒഴിപ്പിക്കപ്പെടുമ്പം ആ വികസനത്തിന് വേണ്ടി സ്ഥലമെടുക്കുമ്പം അത് ഈ ഒഴിപ്പിക്കുന്ന ആളുകളെ അവർക്ക് പുനഃസ്ഥാപനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കൂടി ചേർത്തെടുക്കണം എന്ന് അന്നൊരു ശുപാർശ കൊടുത്തിരുന്നു. അതുപോലെ കച്ചവടക്കാരുടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അതിന് ഒരു അനക്കം ഉണ്ടായിട്ടില്ല. ഓഫീസ് ഇവിടെ
തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അത് മാത്രമല്ല, ഇവിടെ വന്നിട്ടുള്ള ആളുകൾ കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ലോട്ടറിക്കാരും അതുപോലെ ലയൻസുകാരും അതേപോലെ തന്നെ പല മേഖലയിലും നല്ല പരിചയമുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടി ഒന്ന് കൂടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഈ സംഘടനക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ നേട്ടം നിങ്ങളെ പ്രവർത്തനം കൊണ്ട് ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അത് വളരെ വേഗം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ യൂണിറ്റിൻ്റെ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി വിനയപൂർവ്വം നിങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. ഒരു ഓഫീസ് ഉദ്ഘാടനവും അതിനനുബന്ധമായി കുറേയധികം മറ്റ് ചടങ്ങുകളുമൊക്കെ ഈ പരിപാടി നടക്കുക. വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന കേരളത്തിന് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാപാരി സംഘടനയിൽ നിന്ന് രക്ഷപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതി പോലുള്ള ഒരു പൊരുതുന്ന സംഘടനയിൽ കടന്നു വന്നിട്ടുള്ള ആളുകൾ സ്വീകരിക്കൽ ഉൾപ്പെടെയുള്ള നിരവധി ചടങ്ങുകൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുക. ഈ ആദരിക്കപ്പെടുന്നവർ ഇരുത്തിക്കൊണ്ട് കൂടുതൽ സമയം സംസാരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നില്ല. VKCക്ക് കോഴിക്കോട് ഞങ്ങളിപ്പോൾ തിരിച്ച് യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിയ ദേശീയപാതയുടെ പൊതു അവസ്ഥ വെച്ച് ഒരു 5 മണിക്കൂർ എടുക്കും. 12 മണിക്ക് കോഴിക്കോട് പുറപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് കൂടുതൽ സമയം ഒരു സംസാരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതിയുടെ യൂണിറ്റാണ് ഇവിടെ രൂപീകരിക്കപ്പെട്ടത്. വ്യാപാരി വ്യവസായ സമിതി എന്ന സംഘടന ഏകോപന സമിതിയുടെ ഒരു കാർബൺ കോപ്പി ആയല്ല കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ സംഘടനകളുടെ പ്രത്യേകത തലച്ചോറുള്ള കച്ചവടക്കാരാണ് വ്യാപാരി വ്യവസായ സമിതി ഉണ്ടാകുന്നത്. സ്വന്തം തല കൊണ്ട് ചിന്തിക്കുന്നത്. അങ്ങ് കോഴിക്കോട് കിടക്കുന്ന നസൂദീൻ എന്ന് പറയുന്ന തീവട്ടിക്കൊള്ളക്കാരനായ ഒരു വ്യാപാരി നേതാവ് പറയുന്നതാണ് വേദവാക്യമെന്ന് വിശ്വസിച്ച് മണ്ടന്മാരായി തിരിക്കുന്ന വ്യാപാരികളെ മറിച്ച് സ്വന്തം തലച്ചോറ് കൊണ്ട് ചുറ്റു നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ശാസ്ത്രീയമായി അപഗ്രഥിക്കാൻ ശേഷിയുള്ള കേരളത്തിന്റെ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന കച്ചവടക്കാരൻ സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി. അതുകൊണ്ടാണ് ഞങ്ങള് പലർക്കും ബേജാറുണ്ടായിട്ട് ഞങ്ങൾ വളർന്ന് വലിയ സംഘടനയായി മാറുന്നത്. ഒരു കാലത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന ഈ സംഘടന കെട്ടിപ്പടുക്കാൻ വേണ്ടി 92-93 കാലത്ത് ഈ കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലൊക്കെ തന്നെ ആദ്യകാല പ്രവർത്തകരായി തങ്ങളുടെ വ്യാപാരം പോലും ഉപേക്ഷിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് വ്യാപാരി വ്യവസായ സമിതിയിൽ വന്നിട്ടുണ്ട്. ഏകോപന സമിതിയിൽ എന്നത് സംഘടനാ സംവിധാനമൊക്കെ ഉണ്ടാക്കാൻ നല്ല പ്രവർത്തനം നടത്തിയവർ അവരൊക്കെ തന്നെ ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് നിൽക്കേണ്ട സ്ഥലം ഏതാണെന്ന് ബോധ്യപ്പെട്ട് വ്യാപാരി വ്യവസായ സമിതിയിലേക്ക് വന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഈ സമിതി വലിയ സംഘടന. നേരത്തെ അധ്യക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഇവിടെ ആരൊക്കെയോ പറയുകയാണെങ്കിൽ ഞങ്ങൾ വ്യാപാരി വ്യവസായ സമിതി കുറച്ച് ആളുകൾ, ആൾക്കൂട്ടങ്ങൾ, അല്ല ഇത് അങ്ങനെ ഇങ്ങനെ, ഇതൊക്കെ പഴകി തേഞ്ഞ പ്രചരണമല്ലേ. ഇപ്പോഴല്ലല്ലോ 1988 ജൂൺ മാസം 19 തീയതി തൃശൂർ ടൗൺ ഹാളിൽ വെച്ച് വ്യാപാരി വ്യവസായ സമിതി എന്ന് പറയുന്ന ഈ പൊരുതുന്ന വ്യാപാരി പ്രസ്ഥാനം സംഘടിപ്പിക്കപ്പെട്ടതുകൊണ്ടിട്ട് വലിയ പ്രചരണം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. ഞങ്ങളെ കുറിച്ച് പറഞ്ഞുള്ള ആക്ഷേപം, പണ്ട് നസൂദീൻ എന്ന് പറയുന്ന കോഴിക്കോട്ടെ പ്രമാണിയായ വ്യാപാരി നേതാവ്, ഞാൻ കോഴിക്കോട്ടെ വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് നസൂദീനെ പോലുള്ള പ്രമാണിത്വമുള്ള നേതാക്കളുടെ മൂക്കിയതാണ് വ്യാപാരി സംഘടന പ്രവർത്തന ആളുകളാണ്. അദ്ദേഹം ഇരിക്കുന്ന വ്യാപാര ഭവനകത്ത് 29 മെമ്പർമാരുള്ള കരുത്തുള്ള വ്യാപാരി വ്യവസായ സമിതിയെ നയിക്കുന്ന സംഘടനയുടെ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എന്ന രൂപത്തിൽ ഉത്തരവാദിത്തോടെ പറയാണ് ആ നസൂദിനെ പോലെ ആളുകൾ അന്ന് പറഞ്ഞു ഞങ്ങൾക്ക് കൊടികെട്ടാൻ കച്ചവടക്കാരുടെ കടയില്ല. നസൂദിന്റെ പ്രസംഗാദ്യം എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടോ അദ്ദേഹത്തെ പ്രസംഗിക്കുക വ്യാപാരി സമിതിക്കാർക്ക് കൊടികെട്ടാൻ കടകളില്ലാത്തത് കൊണ്ട് അവർ ടെലിഫോൺ പോസ്റ്റിലാണ് കൊടികെട്ടുന്നത്. അങ്ങനെ പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. പണ്ട് ഞങ്ങളുടെ സംഘടനയുടെ പേര് നസൂദി പറയാറില്ല, വ്യാപാരി സമിതി എന്ന പേര് അയാൾ പറയാറില്ല. എന്തിന് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതാക്കളോട് സംസാരിച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരു മനുഷ്യ അങ്ങനെ നമ്മളുടെ പരസ്പര ബന്ധം, ഒരാളോട് സംസാരിച്ചാൽ അവനോട് സംസാരിച്ചത് എന്തിന് എന്ന് ചോദിക്കുന്ന നിലയിൽ ഇടുങ്ങിയ മനസ്സുള്ള ആളുകളിൽ നിന്ന് നല്ല വിമോചനം വ്യാപാരികൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതര ശിക്ഷണങ്ങളിവിടെ ഉണ്ടോ? കർഷക കുടുംബത്തിൽ നിന്നും ജീവിത വിജയം നേടിയ
താങ്ക് യു ഡോക്ടർ. 2014-15 താങ്ക് യു. മരിയ കെ ജോൺ, ജോയൽ ജോൺ, അനു മരിയ ജേക്കബ്, നിബിൻ ഡിനു, ഷേറത്ത് മാത്യൂസ്, അഞ്ജലി ബാലകൃഷ്ണൻ, ശ്രീ ഹരി എം. കോടത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിച്ച മൃദുല കൃഷ്ണൻ, അഭിജിത്ത് കെ. കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശ്രീ ഹരി എ. സൗരഭ ഭട്ട്, തായന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. കാരണം ഈ കുട്ടിയുടെ വെക്കാൻകാരൻ ഈ ചുള്ളിക്കര നാട്ടിൽ നിന്ന് തായന്നൂർ പോയി എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിച്ചതുകൊണ്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. മക്കൾ മാത്രമല്ല, നമ്മുടെ പ്രദേശത്തുള്ള കൊച്ചു മിടുക്കന്മാരെയും മിടുക്കികളെയും ആദരിക്കാനും നമ്മുടെ കുറേ വർഷക്കാലം ഇവിടെ സേവനമനുഷ്ഠിച്ച അംഗൻവാടി വർക്കറെയും ജീവിതത്തിൽ പുതിയൊരു ഔദ്യോഗിക തലത്തിലേക്ക് എത്തിയ ഡോക്ടറെയും ഒക്കെ ആദരിക്കാനും അനുമോദിക്കാനും കൂടി ഈ അവസരം ഉപയോഗിച്ചു എന്നത് അവരുടെ തുടക്കം വളരെ ഗംഭീരമാകുന്നു. ഈ തുടക്കം അവസാനം വരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സ്വന്തം താല്പര്യങ്ങൾക്കൊപ്പം സംഘത്തിന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാനും വ്യാപാരി വ്യവസായ സമിതിക്കാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വ്യാപാര സമിതിയുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ചും കേവലം കച്ചവടം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് തങ്ങളുടെ കുടുംബം സംരക്ഷിക്കപ്പെടുന്നതിനുപരിയായി നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി തങ്ങളാലാവുന്ന രീതിയിൽ ഇടപെടുന്നതിനും സഹായിക്കുന്നതിനും കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തന ശൈലി സ്വീകരിച്ചിട്ടുള്ള സംഘടനയാണ് ഞങ്ങളുടേതെന്ന് ഇതിനകം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. ഏതാനും നാൾ മുമ്പ് ഞാൻ കണ്ട ഒരു ചെറിയ കാഴ്ച എന്ന് മനസ്സിലേക്ക് ഓടിയിരിക്കുന്നു. നടന്നു പോകുന്ന ഒരു ചെറിയ ജാഥ, കയ്യിൽ കത്തിച്ചു പിടിച്ച പന്തങ്ങളും ഒരു പന്തം കൊളുത്തി ജാഥ. ശ്രദ്ധിക്കപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലുണ്ടായിരുന്ന അംഗങ്ങൾ 5 പേർ മാത്രമാണ്. 5 വ്യക്തികൾ മാത്രം കത്തിച്ചു പിടിച്ച പന്തവുമായി കടന്നു പോകുന്നു. അതൊരു അല്പം തമാശയൊക്കെ ആയിട്ട് തോന്നി. പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൽ അടങ്ങിയിരിക്കുന്ന സിദ്ധാന്തത്തിൻ്റെ ശക്തി, സംഘടന എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ശക്തി. അവർ ഒരാളായിട്ട് നിന്നാലുണ്ടാവുന്നതിനേക്കാൾ 50 മടങ്ങ് സുരക്ഷിതത്വം അവർക്ക് ആ സംഘടനയിൽ നിന്നുണ്ടാകുന്നു എന്നുള്ള സത്യമാണ് ഇത് വിളിച്ചു വന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാത്തരം പ്രതീക്ഷകളും അത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലമായി നടക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം ഭാവിയിലെ ലയൺസ് ക്ലബ് ഓഫ് ചുള്ളിക്കരയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസരിക്കുന്നു. നന്ദി. അംഗങ്ങളോടും അതിൻ്റെ പ്രതിനിധികളോടും എൻ്റെ നന്ദി കടപ്പാട് അറിയിച്ചുകൊള്ളു. ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ ശ്രീ ബിജു മുണ്ടപ്പുഴയും സിനു കുര്യാക്കോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ JCI ചുള്ളിക്കര ചാപ്റ്ററിൻ്റെ പ്രഥമ പ്രസിഡന്റായിരുന്ന ശ്രീ സിനു കുര്യാക്കോസാണ് നമ്മുടെ ഈ വ്യാപാര വ്യവസായ സമിതിയുടെ സെക്രട്ടറി. അദ്ദേഹം JCI നടത്തിയിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇന്നും നടത്തിയിരുന്ന പൊതുപ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്കറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് JC ബിജു മുണ്ടപ്പുഴ അവരുകളാണ്. അതിൽ ഞാൻ അഭിമാനിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ മിഡ്കോണിൽ ഏറ്റവും നല്ല
ചാപ്റ്ററിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് നമ്മുടെ ഈ ചുള്ളിക്കര ചാപ്റ്ററാണ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു സംഘടനയിൽ നിന്നും ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന നേതൃത്വ പാഠം ഉൾക്കൊണ്ട് എത്തിയിട്ടുള്ള രണ്ട് മഹാന്മാരായി വരേണ്ട രണ്ട് ആൾക്കാരാണ് ഇതിന്റെ തലപ്പത്ത് ഇരിക്കുന്നതെന്ന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സാമൂഹ്യവും സാംസ്കാരികവും വികസനപരവുമായ എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സംഘടനകളോടൊപ്പം സജീവമായി സഹകരിച്ചുകൊണ്ട് ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടി ഇന്നിവിടെ രൂപീകൃതമായിരിക്കുന്ന ഈ സംഘടനയുടെ നിർലോഭമായ സഹകരണവും പ്രവർത്തനവും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതിനുള്ള എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ടും ഇന്ന് ആദരിക്കപ്പെട്ട കുട്ടികൾക്കും സർവീസിൽ നിന്ന് വിരമിച്ച ടീച്ചർക്കും എല്ലാ തരത്തിലുള്ളതായ നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രതിഭ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ എല്ലാ തരത്തിലുള്ളതായ വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈ രംഗത്ത് ഏകോപന സമിതിയുടെയും അതുപോലെ വ്യവസായ സമിതിയുടെയും പ്രവർത്തനങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. ചുള്ളിക്കരയിൽ പ്രവർത്തിച്ചു വരുന്ന ഏകോപന സമിതിയുടെ പ്രവർത്തനം വർഷങ്ങളായിട്ട് ഏകോപന സമിതിയുടെ പ്രവർത്തനമാണ് ഈ ടൗണിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ അതിന് വിപരീതമായിക്കൊണ്ട് ഈ ടൗണിലെ ചെറുകിട കച്ചവടക്കാരെയും അതുപോലെ മറ്റ് അസംഘടിത മേഖലയിലെ ഈ ഏകോപന സമിതിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത അല്ലെങ്കിൽ അത് കൊടുക്കാൻ തന്നെ തയ്യാറാകാത്ത അങ്ങനെയുള്ള ചെറുകിട കച്ചവടക്കാരെയും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി സമിതിയുടെ ഒരു യൂണിറ്റ് ചുള്ളിക്കൽ പ്രവർത്തനം ആരംഭിച്ചത് തീർച്ചയായും ഈ ടൗണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നിർഭരമാണ് എന്നുള്ളത് യഥാർത്ഥ സംഗതിയാണ്. ചുള്ളിക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചുള്ളിക്കര യൂണിറ്റിൽ നിന്നും ഏകദേശം 7-8 ആൾക്കാർ രാജിവെച്ച് സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് വന്നതെന്ന് എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരോട് സൂചിപ്പിച്ചു. എങ്കിലും എനിക്ക് തന്ന ഈ അവസരത്തിൽ ഒരു കാര്യം മാത്രം ഏകോപന സമിതിയിലെ നേതാക്കന്മാരോട് സൂചിപ്പിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. വ്യാപാരി വ്യവസായ സമിതിയിൽ ചുള്ളിക്കര യൂണിറ്റിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏകോപന സമിതി മെമ്പർമാരുടെ ആരുടെയും അടുത്തോടെ പോയിട്ടില്ല. ഞങ്ങളോട് ആവശ്യപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളൂ. അതല്ല, ചുള്ളിക്കരയുള്ള വ്യാപാരി വ്യവസായ സമിതിയോ അതെയോ നേരത്തെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ സെക്രട്ടറിയോ സംസ്ഥാന സെക്രട്ടറിയൊക്കെ പറഞ്ഞ പോലെയുള്ള നസറുദ്ദീൻ സാഹിബ് നയിക്കുന്ന ഏകോപന സമിതിക്കാരാണോ ഇവിടുത്തെ സെയിൽ ടാക്സിനെയും ഫുഡുകാരെയും ഹെൽത്തുകാരെയും നിയന്ത്രിക്കുന്നത്? നിങ്ങൾ ഏകോപന സമിതി വിട്ട് സമിതി പോയാൽ നിങ്ങളെ സെയിൽ ടാക്സിനെ കൊണ്ട് പിടിപ്പിക്കും, അല്ലെങ്കിൽ ഹെൽത്തിനെ കയറ്റും എന്നുള്ള ഭീഷണിയൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്തും ഒരു കച്ചവടക്കാരൻ്റെ അടുത്തും ഭീഷണി മുഴക്കാനോ ഞങ്ങളിലേക്ക് വരണമെന്ന് നിർബന്ധിക്കുകയോ ചെയ്തിട്ടില്ല. ഇനി ഞങ്ങളുടെ ഏകോപന സമിതിയിൽ ചേർന്നിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് അതിൽ ചേർന്നാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നുള്ള ഭീഷണി വേണ്ട. ഭീഷണിക്ക് മുമ്പിൽ പതറില്ല. ഞങ്ങൾ ചുള്ളിക്കരയുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ എന്നും മുൻപോട്ടിറങ്ങി അതിലെന്നും അടിയുറച്ച് അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുന്നതിന് വ്യാപാര വ്യവസായ സമിതി ഉണ്ടായിരിക്കും. ഇവിടെ ചിലരടുത്ത് പോയി പറയുന്നു ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ തരാം. എന്താണ് ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് ലോൺ കൊടുത്താലുള്ള അവസ്ഥ? സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്താൽ ലോൺ എടുത്ത് ഒരു ദിവസം തെറ്റിയാൽ അവന് കൊടുക്കുന്നത് പകുതി പൈസ. എവിടെന്നെങ്കിലും കടവ് മേടിച്ചത് കൊണ്ട് അടച്ചാൽ അവൻ ആ പൈസ തിരിച്ചടക്കാനില്ലെങ്കിൽ കുബേരയുടെ അടുത്തുണ്ട്. ആരാണ് ഇവിടുത്തെ കുബേര? ചുള്ളിക്കര വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ അംഗങ്ങളാണ് കുബേര. അവർ തന്നെ കുബേര നടത്തുന്നു. സമിതി സൊസൈറ്റി പൈസ അടക്കാൻ അവരുടെ അടുത്ത് നിന്ന് മേടിച്ച് സൊസൈറ്റി പൈസ അടക്കണം. ആരാണ് ഇവിടെ കുബേര നടത്തുന്നത്? സമിതിക്കാർ, ഏകോപന സമിതിക്കാർ. അപ്പോൾ ഇങ്ങനെയുള്ള ഭീഷണികളോ ഇങ്ങനെയുള്ള തരംതാണ പ്രവർത്തനങ്ങളോ അല്ല വേണ്ടത്. നമ്മൾ നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ നിങ്ങൾ സമിതി ഏകോപന സമിതിക്കാരോട് മത്സരിക്കേ. നമുക്ക് ചുള്ളിക്കരയുടെ വികസനത്തിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം. ഞങ്ങൾക്ക് നിങ്ങളോട് പിണക്കങ്ങളില്ല. നിങ്ങൾ പിണങ്ങാതെ ഒന്നിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുദ്രാവാക്യം പറയുന്നത് ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു വളരാം, നാടിന് നന്മയ്ക്കായി എന്ന് പറയുന്നത് അതുപോലെ നിൽക്കും നിങ്ങൾ. അല്ലാതെ ഒന്നിച്ചു നിൽക്കാം, ഒന്നിച്ചു വളരാം, സ്വന്തം നന്മയ്ക്കായി എന്ന മുദ്രാവാക്യം മാറ്റാതെ നിങ്ങൾ സമിതിക്കാരുടെ കൂടെ കൈകോർത്ത് ചുള്ളിക്കരയുടെ വികസനത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമിതിക്കാരുടെ കൂടെ കൂടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ ചുള്ളിക്കര വ്യാപാരി വ്യവസായ സമിതിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ ഏകോപന സമിതിയിൽ രാജിവെച്ചു വന്ന എല്ലാ ആൾക്കാരുടെയും സർവ്വവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വ്യാപാരി വ്യവസായ സമിതി. കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നാളെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനും അതുപോലെ തന്നെ നമുക്കുള്ള മാർഗദർശനം നൽകിയിട്ടുള്ള വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VKC മുഹമ്മദ് ഈ ചുള്ളിക്കരയുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ആശംസ പ്രസംഗം നടത്താൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിനും നന്ദി അറിയിക്കുകയാണ്. അവിടെ രാജപുരം, കള്ളാറ്, കോടം, തായന്നൂർ എന്നീ സ്കൂളുകളിൽ നിന്ന് SSC +2 വിഭാഗങ്ങളിൽ ഉന്നത മാർക്ക് നേടി വിജയിച്ചിട്ട കുട്ടികൾ A+ നേടിയിട്ടുള്ള കുട്ടികൾക്ക് അനുകൂലം നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ വേണുഗോപാലിനും നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടി ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള കുട്ടികളെയും അതുപോലെ തന്നെ ഈ പരിപാടി വിജയിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന നാട്ടുകാർക്കും ഇവിടുത്തെ വ്യാപാരി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ യൂണിറ്റ് പ്രവർത്തകർക്കും എല്ലാ അവർക്കും ആ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ നിർത്തിയാണ്.